ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ബാത്റൂമിനുള്ളിലുള്ള ഫിറ്റിങ്സുകളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ ബാത്റൂമുകളിൽ ക്ലോസറ്റ്, അതുപോലെ തന്നെ ഷവർ, വാഷ് ബേസിൻ എന്നിവ പിടിപ്പിക്കുമ്പോഴും അതിൻ്റെ പൊസിഷൻ എങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പല കാര്യങ്ങളും പറയാറുണ്ടെങ്കിലും ബാത്റൂമിനകത്തെ പ്രധാന ഫിറ്റിങ്സുകളായിട്ടുള്ള വാഷ് ബേസിൻ, ക്ലോസറ്റ്, ഷവർ ഇതിൻ്റെ പൊസിഷൻസ് ഈ പറയുന്ന ഓർഡറിൽ തന്നെയാണ്. ആദ്യം വാഷ് ബേസിൻ, പിന്നെ ക്ലോസറ്റ്, പിന്നെ ഷവർ. അപ്പോൾ നമ്മൾ വാഷ് ബേസിൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒന്ന് കൈ കഴുകാനായിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറുമ്പം വെറ്റായിട്ട് കിടക്കുക അല്ലെങ്കിൽ നനഞ്ഞ് കിടക്കുന്ന ഒരു ബാത്റൂമിനകത്തേക്ക് കയറുകയാണെങ്കിൽ തിരിച്ചിറങ്ങുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ വാഷ് ബേസിൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കൈ കഴുകേണ്ട ആവശ്യം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാല് നനയാതെ തന്നെ വാഷ് ബേസിന് യൂസ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഡോറിനോട് എത്രയും ചേർന്നാണോ വാഷ് ബേസിൻ, അതായിരിക്കും ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഭാഗത്താണ് ക്ലോസറ്റിൻ്റെ പൊസിഷൻ. യൂറോപ്യൻ ക്ലോസറ്റാണ് ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അത് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വയ്ക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഫസ്റ്റ് വാഷ് ബേസിൻ, രണ്ടാമത്തെ പൊസിഷനിൽ വന്നിട്ട് ക്ലോസറ്റ് അഥവാ EWC. അപ്പോൾ നമുക്ക് ക്ലോസറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷൻ, അഥവാ അതിന് അധികം വെള്ളമൊന്നും വീഴാത്തൊരു പ്രൊവിഷനിലേക്ക് നമുക്ക് അതിനെ വെക്കാൻ പറ്റും. മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ഷവറിങ് ഏരിയയാണ് ഏറ്റവും പുറകിൽ പോവേണ്ടത്. അപ്പോൾ ഏറ്റവും പുറകിൽ ഷവറിങ് ഏരിയ പോയാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റായിട്ടുള്ള ഏരിയ എപ്പോഴും പുറകിലായിരിക്കും, ഡ്രൈ ഏരിയ എപ്പോഴും ഫ്രണ്ടിലുമായിരിക്കും. അപ്പോൾ അതിനൊരു ഗുണം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യമാണ്. എപ്പോഴും വെള്ളം തെറിച്ച് ഡോറിനകത്തോടെ പുറത്തേക്ക് വരില്ല. ഇങ്ങനെയുള്ള പല ഗുണങ്ങളും ഈ ഒരു പൊസിഷൻ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകും. നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു ബാത്റൂമിലെ ചില കണ്ടീഷനുകളിൽ, ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുന്നൊരു കണ്ടീഷനെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടി വരുന്ന പ്രധാന കാര്യങ്ങൾ, ഈ വാസ്തു പോലെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ സംസാരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ പൊസിഷൻസൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ശരിക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നമ്മളെ കൊണ്ട് നമ്മുടെ ഈ പറയുന്ന അലൈൻമെൻറ്റുകൾ ചേഞ്ച് ചെയ്യും. അലൈൻമെൻറ്റുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ആ ഒരു കൃത്യമായ ഒരു യൂസേജ് അവിടെ നടക്കാതെ വരും. വാഷ് ബേസിൻ്റെ ആണെങ്കിലും ക്ലോസറ്റിൻ്റെ ആണെങ്കിലും ഷവറിൻ്റെ ആണെങ്കിലും കാര്യങ്ങൾ നമുക്ക് കൃത്യമായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനോ മാനേജ് ചെയ്യാനോ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയാണ് ചില ബാത്റൂമുകളിൽ ഇതിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നത്. ഇതുകൂടാതെ അഡീഷണൽ ഫിറ്റിങ്സുകളായിട്ട് യൂറിനലുകൾ, അല്ലെന്നുണ്ടെങ്കിൽ വാഷ് ടബ്ബുകൾ, ഷവർ ട്രേകൾ, ജാക്കുസീസ്, ഇങ്ങനെ പല ഫെസിലിറ്റീസ് നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്യും. ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോഴും നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് കുറച്ചുകൂടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. എന്നാലും ഡ്രൈ ഏരിയ എപ്പോഴും ഡോറുമായിട്ട് ചേർന്നും വെറ്റ് ഏരിയ എപ്പോഴും വെൻറ്റിലേഷനുമായിട്ട് ചേർന്നും ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം വെൻറ്റിലേഷൻ നമ്മൾ ഒരു ഹാഫ് ഓപ്പൺ ആയിരിക്കുമ്പോൾ വെറ്റ് ഏരിയയിൽ കിടക്കുന്ന വെള്ളം കുറച്ച് സമയം കൊണ്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ അങ്ങനൊരു ഗുണം, അല്ലെങ്കിൽ അത് നീരാവിയായിട്ട് പുറത്ത് പോകാനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക. അതുതന്നെയാണ് പ്രധാനമായിട്ടും വെൻറ്റിലേഷനിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ വെൻറ്റിലേഷൻ ചെയ്യുമ്പോഴും വളരെ ചെറിയ വെൻറ്റിലേഷനുകൾ ചെയ്യാതിരിക്കുക. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് സൈസിലുള്ള, ഇച്ചിരി വലിയ സൈസിലുള്ള വെൻറ്റിലേഷൻ ചെയ്താൽ കൂടുതൽ ബാത്റൂമിന് ബ്രീത്ത് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുകയാണ്. ബാത്റൂമിനകത്തൊരു പ്രധാന പ്രശ്നം നമുക്കറിയാം, ഹ്യൂമിഡിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എക്സോസ്റ്റ് ഫാൻസ് യൂസ് ചെയ്യും. എക്സോസ്റ്റ് ഫാൻ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എക്സോസ്റ്റ് ഫാൻ യൂസ് ചെയ്തില്ലെങ്കിലും ഈ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളിച്ച് കഴിഞ്ഞ് നമ്മൾ ഫാനും ലൈറ്റും എല്ലാം ഓഫ് ചെയ്ത് പുറത്തേക്ക് പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സോസ്റ്റ് ഫാൻ അത്രയും സമയം മാത്രം, കുളിക്കുന്ന ആ ഒരു സമയം മാത്രം വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള ഹ്യൂമിഡിറ്റി, അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇതൊരു വളരെ പ്രധാനമായിട്ട് ഇതിനകത്തുള്ള ആക്സസറീസ് കേടാകാനും ഒരു ചാൻസസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷനാണ് ബാത്റൂമിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലാസ് പാർട്ടീഷൻസോ, അല്ലെങ്കിൽ ബാത്റൂമിനകത്ത് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന കർട്ടൻസ് ഉണ്ട്, ഇതോ ഉപയോഗിക്കാം. അപ്പോൾ ഈ കർട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ വെള്ളം പിടിച്ചാലും കുഴപ്പമില്ലാത്ത ചില ടൈപ്പ് മെറ്റീരിയലുകളാണ്. ബാത്റൂം കർട്ടൻ മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്ത് ചെയ്യുക, അല്ലാതെ സാധാരണ ക്ലോത്തുകൾ ഉപയോഗിക്കാതിരിക്കുക. സാധാരണ ക്ലോത്തുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം, അതിന് ഒരു സ്മെല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ബാത്റൂം കർട്ടൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് വരുന്ന ഒരു PVC ബേസ്ഡ് ആയിട്ടുള്ള കേർട്ടൻസ് ആണെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെ അഴുക്ക് പിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ വാഷബിൾ ആയിട്ടുള്ള ഒരു
PVC മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കുറച്ച് സമയം കൊണ്ട് ഇതിന്മേൽ വെള്ളം വീണിട്ട് ചെറിയ വൈറ്റ് സ്പോട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ച് സമയമെടുക്കും. അതുപോലെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ ഗ്ലാസ് പാർട്ടീഷൻസ് യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ യൂസേജ് കുറഞ്ഞൊരു ബാത്റൂംസിൽ മാത്രമേ നമ്മൾ ഗ്ലാസ് പാർട്ടീഷൻസ് യൂസ് ചെയ്യുള്ളൂ. ഡെയിലി യൂസ് ചെയ്യുന്നതിനകത്തുണ്ടാകുന്ന കുഴപ്പം, ഇപ്പം ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ മുടി, അതുപോലെ തന്നെ വേസ്റ്റ്, എന്തെങ്കിലും സോപ്പിൻ്റെ ഭാഗങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഡ്രെയിനേജിലൊക്കെ വീണിട്ട് ആ ഭാഗങ്ങളെല്ലാം വളരെ അഴുക്ക് പിടിച്ച് എപ്പോഴും അഴുക്ക് പിടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഏരിയ മാക്സിമം പുറകിലേക്ക് കൊണ്ടുപോയി ഗ്ലാസ് പാർട്ടീഷനുകൾ ഡെയിലി ഉപയോഗിക്കുന്ന ബാത്റൂമുകളിനകത്ത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്നൊരു സിസ്റ്റമുണ്ട്. ഇതുപോലെ ജാക്യൂസീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ജാക്യൂസീസ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു ഷവർ ട്രേ ഭാഗം ഉണ്ടാകും. ആ ഷവർ ട്രേയുടെ ഭാഗത്ത് നമുക്ക് അത്രയും ഭാഗം മാത്രമേ നനയുള്ളൂ. എന്നാലും നമ്മുടെ ഗ്ലാസ്സുകളിൽ സാധാരണഗതിയിൽ നല്ല രീതിയിൽ സോപ്പിൻ്റെ വെള്ള കളറൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വീടിൻ്റെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 സെക്ഷനുകളാണ്, ഒന്ന് അടുക്കളയും ഒന്ന് ബാത്റൂമും എന്ന് പറയുന്നത്. അതിൽ ബാത്റൂം ആയിരിക്കും ഏറ്റവും കൂടുതൽ. കാര്യം എപ്പോഴും വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. വെറ്റായിട്ട് കിടക്കുന്നതും ഭയങ്കര പാടുമായിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ വെൻറ്റിലേഷനും കാര്യങ്ങളും എല്ലാം കൃത്യമായി ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ അലൈൻമെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ യൂസബിൾ ആയിട്ടുള്ളൊരു ബാത്റൂം, നല്ല യൂസബിൾ ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്ക്രീനിനകത്ത് കാണുന്ന ആ ഒരു സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ബാത്റൂമിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ബാത്റൂമിൽ ഏത് തരത്തിലുള്ള ക്ലോസറ്റുകളാണ് EWCs ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ചിലർ വാൾ മൗണ്ട് യൂസ് ചെയ്യും, ചിലർ സിംഗിൾ പീസ് യൂസ് ചെയ്യും, ചിലർ ഡബിൾ പീസ് യൂസ് ചെയ്യും. അങ്ങനെ ഏത് ടൈപ്പിലാണെങ്കിലും കുഴപ്പമില്ല. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വളരെ കൃത്യമായിട്ട്, ബാത്റൂമിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നടക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ക്ലോസറ്റ് EWC തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയും കൂടെ വേണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാത്റൂമിൻ്റെ ടൈലിൽ ഉണ്ടാകുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് ഡ്രെയിനേജിലേക്ക് പോകാനായിട്ട് കൃത്യമായി സ്ലോപ്പ് ചെയ്ത് ആവശ്യത്തിന് സ്ലോപ്പ്, ആവശ്യത്തിൽ കൂടുതൽ സോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. സോപ്പ് പോലുള്ള കാര്യങ്ങൾ വീണ് കിടക്കുമ്പോൾ നമുക്ക് തെന്നാനുള്ള ചാൻസ് കൂടുതലാണ്, കൂടുതൽ ചരിച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പം ആവശ്യമുള്ളത്രയും മാത്രം സ്ലോപ്പ് എങ്കിൽ നല്ല രീതിയിൽ കൊടുത്ത് ഡ്രെയിനേജിൻ്റെ ഭാഗത്തേക്ക് തന്നെ സ്ലോപ്പ് വരത്തക്ക വിധത്തിൽ ടൈലിങ്ങും കൂടെ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റിയും വളരെ കൃത്യമായിട്ട് നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ഏവർക്കും നമസ്കാരം.